സ്കൂൾ വാഹനങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച് സ്കൂളുകൾക്ക് കർശന നിർദ്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പ്. കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച് സ്കൂളുകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും സ്കൂൾ വാഹനങ്ങളുടെ ഉടമസ്ഥർ എന്ന നിലയിൽ സ്കൂളുകൾ പാലിക്കേണ്ട നിബന്ധനകൾ എന്തെല്ലാമാണെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. 6 പ്രധാന നിർദ്ദേശങ്ങളാണ് വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അധ്യയന വർഷം ആരംഭമാവുകയാണ്. ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ വിവിധ വകുപ്പ് തലങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. മോട്ടോർ വാഹന വകുപ്പും ഇത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും തിരികെ വീടുകളിലേക്കും എത്തുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ അതീവ ജാഗ്രതയാണ് മോട്ടോർ വാഹന വകുപ്പിന് ഉള്ളത്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ സ്കൂളുകൾ പാലിക്കേണ്ടതായ ചില നിബന്ധനകളെക്കുറിച്ച് ചില സുപ്രധാന നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുകളിലും പ്രൈമറി സ്കൂളുകളിലും ബസ്സുകളിൽ കഴിവതും വനിതാ ആയമാരെ തന്നെ നിയമിക്കണം. കുട്ടികളെ കൊണ്ട് ഡോർ അറ്റൻഡർമാരുടെ ജോലികൾ ചെയ്യിക്കാൻ പാടുള്ളതല്ല. എല്ലാ സ്കൂളുകളിലും ഗതാഗത സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കണം. ഒപ്പം സ്കൂൾ സുരക്ഷാ ഉദ്യോഗസ്ഥനായി ഒരു അധ്യാപകനെയും നിയമിക്കണം. സ്കൂളിൽ കുട്ടികൾ എത്തുന്നത് വാടക വാഹനങ്ങളിൽ ആയാലും ഗതാഗത സുരക്ഷ സ്കൂൾ മാനേജ്മെന്റിന്റെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമായിരിക്കും. സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ചുരുങ്ങിയത് 10 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 6 നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സ്റ്റിക്കറുകൾ നിർബന്ധമായും പതിപ്പിക്കണം. സ്കൂൾ തുറന്നാലും തുടർന്നുള്ള ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധനയും ഉണ്ടായിരിക്കും. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടിയും ഉണ്ടാകും. സ്കൂളുകളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ വിദ്യാലയങ്ങളും തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് മോട്ടോർ വാഹന വകുപ്പ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ സ്കൂൾ വാഹനം, അതായത് കുട്ടികൾ യാത്ര ചെയ്യുന്ന സ്കൂൾ വാഹനങ്ങൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തി. അപ്പോൾ അതിനകത്ത് ഭൂരിഭാഗം വാഹനങ്ങളും നമ്മൾ പരിശോധിച്ച് ഏകദേശം കഴിഞ്ഞു. അതിൽ തന്നെ ഒരു 10-20ഓളം വാഹനങ്ങൾ നമുക്കത് അനുയോജ്യമല്ല എന്ന് കണ്ടെത്തി തിരിച്ചയച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിഫക്റ്റുകൾ പരിഹരിച്ച് വരുന്ന മുറയ്ക്ക് നമ്മൾ പുതിയ സുരക്ഷാ സ്റ്റിക്കറുകൾ നമ്മൾ അനുവദിക്കും. എല്ലാ RTOകളുടെയും കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.